നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുക്കങ്ങൾ ആരംഭിച്ചു. KPCC തീരുമാനപ്രകാരം നിയോജക മണ്ഡലം തലത്തിൽ ഒരു ദിവസത്തെ ഗ്രാമസ്വരാജ് ക്യാമ്പുകൾ ആരംഭിച്ചു. മാളയിൽ US ശശി പുരസ്കാര വിതരണം ചേരി തിരിഞ്ഞു നടത്തി CPIയും AITUCയും. PK മാധവനും ON രാമനും US ശശി പുരസ്കാരം ഏറ്റുവാങ്ങി. വിവാഹ ചടങ്ങിനിടെ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളാണ് അറസ്റ്റിലായ 5 പേരും. വാർത്തകൾ വിശദമായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുക്കങ്ങൾ ആരംഭിച്ചു. KPCC തീരുമാനപ്രകാരം നിയോജക മണ്ഡലം തലത്തിൽ ഒരു ദിവസത്തെ ഗ്രാമസ്വരാജ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് കോൺഗ്രസ് താഴെത്തട്ടിൽ നിന്ന് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ ആദ്യത്തെ ക്യാമ്പ് എറിയാട് നടന്നു. നെയ്യാർ ഡാമിൽ നടന്ന 3 ദിവസത്തെ ക്യാമ്പിൽ പരിശീലനം ലഭിച്ച വിദഗ്ധരാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പരിശീലനം നൽകുന്നത്. ജില്ലയിലെ ആദ്യത്തെ ക്യാമ്പ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എറിയാട് നടന്നു. ഓരോ പഞ്ചായത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെ വിലയിരുത്തലും ഭരണരംഗത്തെ ന്യൂനതകളും കണ്ടെത്തി കുറ്റപത്രവും പ്രാദേശിക വികസന അജണ്ടകളും തയ്യാറാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി നേതാക്കൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു പഞ്ചായത്തിൽ നിന്ന് 12 പേരാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നത് സംസ്ഥാന തലത്തിൽ പരിശീലനം ലഭിച്ചവരാണ്. സംസ്ഥാന ഡയറക്ടർ UV ബാബുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ TM കുഞ്ഞുമൊയ്തീൻ, പരിശീലകരായ നൌഷാദ്, DCC സെക്രട്ടറിമാരായ NR സതീശൻ, ശിവരാമകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. DCC സെക്രട്ടറിമാർ CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, മുജീബ് റഹ്മാൻ PS, സുനിൽ മേനോൻ, PB മൊയ്തു, സജയ് വയനപ്പിള്ളി, ഷീല വിശ്വംഭരൻ, ഷീബ മുരളി, സലീം കയ്പമംഗലം, ആസിഫ് മുഹമ്മദ് P, മുഹമ്മദ് സഗീർ PA, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ചാർജ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാളയിൽ US ശശി അനുസ്മരണം ചേരി തിരിഞ്ഞു നടത്തി CPIയും AITUCയും. PK മാധവനും ON രാമനും US ശശി പുരസ്കാരം ഏറ്റുവാങ്ങി. പാർട്ടിയും തൊഴിലാളി സംഘടനയും ഏറെക്കാലമായി മാളയിൽ അത്ര രസത്തിലല്ല. പതിവ് തെറ്റിയില്ല. മാളയിൽ US ശശി അനുസ്മരണം ഗംഭീരമായി തന്നെ CPIയും AITUCയും നടത്തി. പക്ഷേ ഇത്തവണയും ഒരുമിച്ചിരിക്കാൻ ഇരുവരും തയ്യാറായില്ല. പ്രത്യേകം 2 ഇടങ്ങളിലായി നടത്തിയ അനുസ്മരണ പരിപാടിയിലും പുരസ്കാര വിതരണത്തിലും പാർട്ടി അനുഭാവികൾ പങ്കെടുത്തു. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലേക്ക് ജനപ്രതിനിധിയായി എല്ലാവർക്കും സ്നേഹവും ബഹുമാനമുള്ള വലിയ സ്വീകാര്യതയുള്ള ഒരു പൊതുപ്രവർത്തകരായി നടന്നുവരുന്ന സംഘമാണ് നമ്മളെല്ലാം ശിക്ഷേട്ടൻ എന്ന സ്നേഹത്തോട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ഒരു സംഘം. KV വസന്തകുമാർ, VR സുനിൽകുമാർ MLA, KS ജയ, TN വേണു, VM വത്സൻ, MK ബാബു, MR അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള US ശശി സ്മാരക അവാർഡിന് അർഹനായ ON രാമന് KP രാജേന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. മാള ചാലക്കുടി റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുരസ്കാര വിതരണം എന്നിവ AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തനത്തിൻ്റെ നഭോമണ്ഡലത്തിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവ്. നമ്മുടെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നല്ലൊരു ശതമാനം നേതാക്കന്മാരും അതിൻ്റെ കേഡർമാരുമായിട്ടുള്ള പലരും ഇപ്പോൾ യഥാർത്ഥത്തിൽ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകളാണ്. ഞാൻ ഉൾപ്പെടെ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ യഥാർത്ഥ നേരാവകാശി എന്ന് പറയാനായിട്ട് കഴിയുന്ന വളരെ ചുരുക്കം ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി നേതാവായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന സഖാവാണ്
സഖാവ് ശശിയേട്ടൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചടങ്ങിൽ US ശശി പുരസ്കാരം PK മാധവന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനിച്ചു. KV സുജിത് ലാൽ, MV അനിലൻ, KK സുബ്രഹ്മണ്യൻ, AP വിദ്യാധരൻ, KS സുദർശനൻ, KK ഷാജി, TK ശിവൻ, KM ലെനിൻ, AV ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂരിൽ പ്രഭാത സവാരിക്ക് പോയി കാണാതായ ഗൃഹനാഥനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോകമല്ലേശ്വരം ഇടച്ചാലിൽ സുബ്രഹ്മണ്യന്റെ മകൻ 56 വയസ്സുള്ള ഹരിലാലിന്റെ മൃതദേഹമാണ് കോതപ്പറമ്പിൽ കനോലി കനാലിൽ നിന്നും കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇയാളെ കാണാതായത്. ചെരുപ്പും കുടയും ഉഴുവത്തുകടവിൽ കനോലി കനാലിന്റെ തീരത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് രാവിലെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിവാഹ ചടങ്ങിനിടെ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളാണ് അറസ്റ്റിലായ 5 പേരും. അറസ്റ്റിലായ 5 പേർക്കെതിരെയും മുൻപും ക്രിമിനൽ കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് കൊടുങ്ങല്ലൂർ പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ചൈതന്യ നഗറിലുള്ള ഹാളിൽ വെച്ച് വിവാഹത്തിന്റെ ഫംഗ്ഷൻ നടക്കുന്നതിനിടെ ഹാളിലെ കസേരകൾ പ്രതികൾ തട്ടിത്തെറിപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ഇടിക്കട്ട, ഇരുമ്പ് പൈപ്പ് എന്നിവ കൊണ്ട് എറിയാട് ചൈതന്യ നഗർ സ്വദേശി അണ്ടുരുത്തി വീട്ടിൽ 39 വയസ്സുള്ള റിജിൽ, എറിയാട് സ്വദേശികളായ തളിക്കൽ വീട്ടിൽ ദീപു, പേട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു, രാമന്തറ വീട്ടിൽ വിശാഖൻ എന്നിവരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. സഹോദരങ്ങളായ എറിയാട് ഏറ്റത്ത് വീട്ടിൽ ഷാലറ്റ് 28 വയസ്സ്, ഫ്രോബൽ 29 വയസ്സ്, എറിയാട് നീതിവിലാസം സ്വദേശി വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ 35 വയസ്സ്, എറിയാട് സ്വദേശികളായ കാരേക്കാട് വീട്ടിൽ ജിതിൻ 30 വയസ്സ്, പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഫി 29 വയസ്സ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാലറ്റ്, ഫ്രോബൽ എന്നിവരെ അറസ്റ്റ് ചെയ്യാനായി എറിയാടുള്ള വീട്ടിലേക്ക് പോയ സമയം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുടെയും സംഘത്തിന്റെയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാൽ മറ്റൊരു FIRഉം ഷാലറ്റിനെയും ഫ്രോബലിനെയും പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ 2 പേരെയും ഈ കേസിലേക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാലറ്റിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും 4 അടിപിടി കേസുകളുമുണ്ട്. ഫ്രോബലിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസും 4 അടിപിടി കേസുകളുമുണ്ട്. അഷ്കറിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും 5 അടിപിടി കേസും അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനുള്ള 1 കേസുമുണ്ട്. ജിതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസുണ്ട്. ഷാഫിക്ക് 1 വധശ്രമ കേസും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ 1 കേസും 2 അടിപിടി കേസും വീടുകയറി ആക്രമണം നടത്തിയതിനുള്ള 1 കേസുമുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, പ്രൊബേഷണറി SI വൈഷ്ണവ്, ASI സ്വപ്ന, SCPO തോമാച്ചൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പഹൽഗാം ആക്രമണത്തിനെതിരെ വലിയപറമ്പ് സൗത്ത് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാലയും ദേശീയ ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് വേണ്ടി എല്ലാവിധത്തിലും സംരക്ഷണം നൽകിയിട്ടുണ്ട്. അവരുടെ ജീവൻ കൊടുത്തുകൊണ്ടാണ് സംരക്ഷണം നൽകുന്നത്. കുടുംബവും വീടും എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളിൽ കിടന്നുകൊണ്ട് പോരാടി നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. അവരെയാണ് തീർച്ചയായും സമൂഹം ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇന്നത്തെ ഭീകര ആക്രമണത്തിന് ഇടയായ കുറച്ച് ജീവൻ നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ് അവരുടെ ജീവൻ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുൻകാലങ്ങളിൽ അറിയാം, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധങ്ങൾ. ആ യുദ്ധത്തിൽ ഒട്ടനവധി ജീവൻ പൊലിഞ്ഞു പോയപ്പോൾ ഇപ്പം ബ്രിട്ടീഷ് ആക്രമണവും പാകിസ്ഥാൻ ആക്രമണവും ഒന്നുമില്ലാതെ സമാധാനപരമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആക്രമണത്തിന് ഇരയായിക്കൊണ്ടും മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് VM ഹംസ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി സജീവ്, ബാബു, ജോയ് പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു. വിമുക്ത ഭടന്മാരായ ജേക്കബ് പയ്യപ്പിള്ളി, IV സുധാകരൻ, KK രാമകൃഷ്ണൻ, പോളി തെക്കിനിയത്ത്, PK രവി പാലപ്പറമ്പിൽ, ആൻഡു ജോയ് തെക്കിനിയത്ത് എന്നിവരെ ആദരിച്ചു. R ചന്ദ്രൻ, മധു, ജോഷി, ബിന്ദു, പ്രദീപ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചെട്ടിക്കാട് അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടികയറി. ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി. 11-ന് ഞായർ രാവിലെ കണ്ണൂർ രൂപതാ സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് സ്വീകരണം, തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും നിർവഹിക്കും.
മെയ് 13-നാണ് ഊട്ടുതിരുനാൾ. രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം. തുടർന്ന് 10:15-ന് ഊട്ടുനേർച്ച, ആശീർവാദം. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുക്കങ്ങൾ ആരംഭിച്ചു. KPCC തീരുമാനപ്രകാരം നിയോജക മണ്ഡലം തലത്തിൽ 1 ദിവസത്തെ ഗ്രാമസ്വരാജ് ക്യാമ്പുകൾ ആരംഭിച്ചു. മാളയിൽ US ശശി പുരസ്കാര വിതരണം ചേരി തിരിഞ്ഞു നടത്തി CPIയും AITUCയും. PK മാധവനും ON രാമനും US ശശി പുരസ്കാരം ഏറ്റുവാങ്ങി. വിവാഹ ചടങ്ങിനിടെ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളാണ് അറസ്റ്റിലായ 5 പേരും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.